ഇന്നത്തെ മാച്ച് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. ഇന്ന് തോറ്റാൽ ഇന്ത്യ പുറത്തായേനെ. പക്ഷേ ഇന്ത്യ ഇന്ന് മികച്ച കളി കാഴ്ചവെച്ചു. ബംഗ്ലാദേശ് തോറ്റിരിക്കുകയാണ്. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ത്യൻ ബൗളേഴ്സ് ബംഗ്ലാദേശിനെ എറിഞ്ഞു വീഴ്ത്തി. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ഇന്ന് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. സൂപ്പർ 8-ലെ രണ്ടാമത്തെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇനി ഇന്ത്യക്ക് പേടിക്കാൻ ഒന്നും തന്നെയില്ല. ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് വിജയത്തിലൊന്നും തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മഴ പെയ്ത് കളി മുടങ്ങുമോ എന്ന് ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കളി മഴ തടസ്സപ്പെടുത്തിയില്ല. ഇന്ന് ഞങ്ങൾ മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും തന്നെ പേടിക്കാനില്ല. ഞങ്ങൾ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വിരാട് കോഹ്ലി ഞാനും ഓപ്പണിങ്ങിൽ നല്ല കളി കാഴ്ചവെച്ചു. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യയാണ്. പാണ്ഡ്യയാണ് ഞങ്ങൾക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. അവരിന്ന് 50 അടിച്ചു. സൂര്യകുമാർ മാത്രമാണെന്ന് നിരാശപ്പെടുത്തിയത്. സൂര്യന്ന് ഫോമായെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ 200 റൺസ് കടന്നേനെ. അവസരം കിട്ടാത്ത ഒരുപാട് താരങ്ങൾ സൈഡ് ബെഞ്ചിലുണ്ട്. ജയ്സ്വാൾ, സഞ്ജു അടക്കം എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. വരാൻ പോകുന്ന മാച്ചിൽ എല്ലാ താരങ്ങൾക്കും അവസരം കൊടുക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. സഞ്ജുവിനും ജയ്സ്വാളിനും ഒരവസരം പോലും ഇതുവരെ ടീം ഇന്ത്യ കൊടുത്തിട്ടില്ല. വേൾഡ് കപ്പിന്റെ സൂപ്പർ 8 മത്സരങ്ങൾ അവസാനിക്കാറായി. അടുത്ത മാച്ചിലെങ്കിലും സഞ്ജുവിന് അവസരം കൊടുക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്ന് ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും ആയിരുന്നില്ല. ബംഗ്ലാദേശിന്റെ വിക്കറ്റുകൾ ഇന്ത്യ പെട്ടെന്ന് വീഴ്ത്തിയിരുന്നു. ഇന്ത്യയുടെ റൺസ് മറികടക്കാൻ അവർക്ക് സാധിച്ചില്ല. 196 റൺസാണ് ഇന്ത്യ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. പാണ്ഡ്യയുടെ ബാറ്റിംഗ് ഇന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.